വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയും മുൻ കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പൊതുയോഗങ്ങളും മറ്റു പരിപാടികളും റദ്ദാക്കിയതായി KPCC ആക്ടിംഗ് പ്രസിഡന്റും UDF കൺവീനറുമായ MM ഹസനാണ് അറിയിച്ചത്. ആരെയും ഭയന്നിട്ടോ തോൽക്കുമെന്ന പേടിയോ അല്ല രാഹുൽ വിട്ടുനിൽക്കാൻ കാരണം. അനാരോഗ്യത്തെ തുടർന്നാണ് രാഹുൽ ഗാന്ധി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം റാഞ്ചിയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ മെഗാ റാലിയിൽ നിന്നും അവസാന നിമിഷമാണ് രാഹുൽ പിന്മാറിയത്. അസുഖബാധിതനായതിനെ തുടർന്ന് രാഹുലിന് നിലവിൽ ഡൽഹി വിടാൻ കഴിയില്ലെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞത്. ഇന്നലെ സഗ്നയിൽ ഒരു പ്രചരണ പരിപാടിയെ അഭിസംബോധന ചെയ്യാനും റാഞ്ചിയിൽ നടക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുക്കാനും രാഹുൽ തയ്യാറായിരുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി അസുഖബാധിതനാകുന്നത്. ഇതോടെ ഈ രണ്ട് പ്രധാന പരിപാടികളും അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലെ പരിപാടികളിലും മാറ്റം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിപക്ഷ സഖ്യത്തിന്റെ റാലിയിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പങ്കെടുത്തിരുന്നു. പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാക്കളെല്ലാം റാലിയിൽ എത്തിയിരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, രാഷ്ട്രീയ ജനതാദൾ തലവൻ ലാലു പ്രസാദ് യാദവ്, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ, ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ, സമാജ്വാദി പാർട്ടി ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരും റാലിയിൽ പങ്കെടുത്തു. കെജ്രിവാളിനെയും സോറനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് റാലി സംഘടിപ്പിച്ചത്. റാഞ്ചിയിലെ പ്രഭാത് താര ഗ്രൗണ്ടിൽ നടന്ന റാലി ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ സംയുക്ത ശക്തി പ്രകടനം എന്ന നിലയിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് സംഘടിപ്പിച്ചത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി, ഹേമന്ത് സോറൻ, കൽപ്പന സോറൻ എന്നിവരുൾപ്പെടെയുള്ള ഇന്ത്യ ബ്ലോക്ക് നേതാക്കളുടെ പോസ്റ്ററുകൾ റാഞ്ചിയിൽ ഇതിനു മുന്നോടിയായി പതിച്ചിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ രണ്ടാമത്തെ പൊതുപരിപാടിയാണിത്. നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മാർച്ച് 31-ന് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഇന്ത്യ ബ്ലോക്കിന്റെ ആദ്യ സംയുക്ത റാലി നടന്നിരുന്നു. അന്ന് റാലിയിൽ രാഹുൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധി ഇല്ലാത്തത് ഇന്ത്യ സഖ്യത്തെ നിരാശരാക്കിയിട്ടുണ്ട്. ഏതായാലും രാഹുൽ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ വോട്ടെടുപ്പിന് ഇനി ശേഷിക്കുന്നത് കേവലം 4 നാളുകൾ മാത്രമാണ്. അവസാന ലാപ്പിൽ രാഹുലിനെ ശക്തമായി പ്രചരണ രംഗത്ത് ഇറക്കാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. രാഹുൽ മത്സരിക്കുന്ന വയനാട് സീറ്റ് മാത്രം മുന്നിൽ കണ്ടായിരുന്നില്ല ഈ നീക്കങ്ങൾ. മറ്റു സീറ്റുകളുടെ കൂടി ഫലത്തെ സ്വാധീനിക്കാൻ രാഹുലിന്റെ സാന്നിധ്യത്തിന് കഴിയുമെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അടിവരയിടുന്നത്. എന്നാൽ ഈ മോഹമാണ് ഇപ്പോൾ വെള്ളത്തിലായിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുക. പ്രചരണത്തിനാവട്ടെ ബുധനാഴ്ച വൈകിട്ട് വരെയാണ് സമയമുണ്ടാവുക. ശേഷിക്കുന്ന 2 ദിവസങ്ങളിൽ രാഹുലിനെ കേരളത്തിലേക്ക് എത്തിക്കാനാവുമോ എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളി. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന ഓളം പ്രചരണത്തിൽ ഇക്കുറി കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെന്ന മുറുമുറുപ്പുകൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം.